ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞു, എനിക്കൊരു ഒറ്റ ദിവസം ഭരിക്കാൻ അധികാരം തന്നാൽ ഈ നാട്ടിലെ മയക്കുമരുന്ന് മൊത്തം ഞാൻ ഇല്ലാതാക്കും. അന്ന് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷത്തിരുന്ന ലഹരി മാഫിയകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് പലരും വിചാരിച്ചു ഇത് വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണെന്ന്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. ആ പറഞ്ഞ അതേ ചെന്നിത്തല തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. പറഞ്ഞ വാക്ക് വെറുതെ വീങ്ങുന്ന ആളല്ല താനെന്ന് കസേരയിൽ ഇരുന്നപാടെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ ലഹരി മാഫിയകൾക്കെതിരെ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയ്ക്കാണ് ഇപ്പോൾ തുടക്കമിടുന്നത്. നമ്മുടെ പിള്ളേരുടെ ഭാവി വെച്ച് കളിക്കുന്ന ലഹരി മാഫിയകളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണിത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ മയക്കുമരുന്ന് വിൽക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. ആ ദിവസം മുതൽ കേരളത്തിലെ പോലീസ് തെരുവിലിറങ്ങും. സ്കൂളിന്റെ പരിസരത്ത് മയക്കുമരുന്ന് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാമെന്ന് ഏതെങ്കിലും ഒരുത്തൻ വിചാരിച്ചാൽ അവനെ പിടിച്ച് അകത്തിടാനാണ് പുതിയ പദ്ധതി. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടാകില്ലെന്ന് മന്ത്രി കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമല്ല പോലീസ് പിടിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിന്റെ മെയിൻ ഡീലർമാർ ആരാണ്, ആ വമ്പൻ സ്രാവുകളുടെ ഉറവിടം തപ്പിപ്പിടിച്ച് പൊക്കാനാണ് പോലീസിന് കിട്ടിയ നിർദ്ദേശം. ഇതിന്റെ പിന്നിൽ എത്ര വലിയ പണക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അവനെ ലോക്കപ്പിൽ അടച്ചിടും. കാരണം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മുടെ കേരളത്തെ ലഹരിയിൽ നിന്നും രക്ഷിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വലിയ പോരാട്ടത്തിന് പോലീസിനെ മാത്രം വിട്ടാൽ പോരാ, നമ്മളടങ്ങുന്ന പൊതുജനങ്ങളും മാധ്യമങ്ങളും കൂടെ നിൽക്കണം. നമ്മുടെ വീടിന്റെ പരിസരത്തോ സ്കൂളുകളുടെ അടുത്തോ ഇത്തരം ലഹരി വിൽപ്പന കണ്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കുക. പ്രതികരിക്കാൻ മടിക്കരുത്. കേരള പോലീസിന് എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാം. ലഹരി മാഫിയകളുടെ വേരറക്കുന്ന ഈ തൂഫാൻ തരംഗമാവട്ടെ.